പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന്റെ ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് മുന്നോടിയായി സിസ്റ്റീൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ ചിമ്മിനി സ്ഥാപിച്ചതായി റിപ്പോർട്ട് വന്നു. ബാലറ്റുകൾ കത്തിക്കുന്ന പുക പുറത്തു വരുന്നതിനാണ് ഈ ചിമ്മിനി ഉപയോഗിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള കോൺക്ലേവിന് മെയ് 7-ന് തുടക്കമാവും. 267-ാം മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് അന്ത്യമായെന്ന് വിശ്വാസികൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ചിമ്മിനിയുടെ പുറത്ത് വിടുന്ന പുകയുടെ നിറം അടിസ്ഥാനമാക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ ഓരോ 2 വോട്ടെടുപ്പിന് ശേഷവും ഫലം പുറത്ത് അറിയാൻ പ്രത്യേക ചൂളയിൽ വോട്ടുകൾ കത്തിക്കുന്നുണ്ട്. കർദിനാൾമാരുടെ വോട്ടുകൾ 2 റൗണ്ടുകൾ കഴിഞ്ഞ് പ്രത്യേക നിറത്തിൽ കത്തിച്ച് പുറത്തുള്ള ലോകത്തേക്ക് ഫലത്തിന്റെ സൂചനകൾ കൊടുക്കും. വോട്ടുകളിലൂടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാതിരുന്നാൽ പൊട്ടാസ്യം പെർക്ലോറേറ്റ്, ആന്ത്രസീൻ ടാരിൻക, സൾഫർ എന്നിവ ചേർത്ത് കത്തിക്കും. ഇതിൽ നിന്ന് കറുപ്പ് പുക ഉയരും. വോട്ടുകൾ വഴി ഒരു പോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ പൊട്ടാസ്യം ക്ലോറേറ്റ്, ലാക്ടോസ്, ക്ലോറോഫോം, റെസിൻ എന്നിവ ചേർത്താണ് കത്തിക്കുന്നത്. ഇതിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നതാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എവിടെ നിന്നും ദൃശ്യമാകുന്ന രീതിയിലാണ് ചിമ്മിനി സ്ഥാപിച്ചിട്ടുള്ളത്. കോൺക്ലേവ് ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തുക. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. സഭയ്ക്ക് അകത്തും പുറത്തും നവീകരണത്തിന്റെ ശബ്ദം ഉയർത്താൻ വലിയ ഇടനുണ്ടായി. യുദ്ധം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, ആഗോളതാപനം, ലോകത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് അടിയുറച്ച മനുഷ്യസ്നേഹിയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞപ്പോൾ അവസാനിച്ചത് ഒരു യുഗം കൂടിയാണ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. കത്തോലിക്ക സഭയുടെ 266-ാം മാർപ്പാപ്പയായിട്ടായിരുന്നു സ്ഥാനാരോഹണം. പദവിയിലെത്തുന്ന ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ളതും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോ. 2013 മാർച്ച് 13-നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ സെന്റ് ഫ്രാൻസിസിന്റെ നാമധേയം സ്വീകരിച്ച് പരമാധ്യക്ഷ പദവിയിലേക്ക് എത്തിയ മാർപ്പാപ്പയുടെ പിന്നീടുള്ള ജീവിതവും പേരിനോട് നീതി പുലർത്തുന്നതായിരുന്നു. വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്നും അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലേക്ക് താമസം മാറിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ലളിത ജീവിതം കൊണ്ടും ലോകത്തിന് മാതൃകയായി. ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോഴും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്. പലസ്തീനിലും ഇസ്രായേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലെല്ലാം മാർപ്പാപ്പയുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇളവ് വരുത്താൻ ഇടപെട്ടത് മുതൽ പലസ്തീൻ വിഷയത്തിൽ വരെ അദ്ദേഹം നിലപാടെടുത്തു. അഭയാർത്ഥികളോട് മനുഷ്യത്വത്തോടെ ഇടപെടണം എന്ന് പലവട്ടം ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അഭയാർത്ഥികളോട് മുഖം തിരിക്കുന്ന യൂറോപ്യൻ പ്രവണതയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. സ്വർഗാനുരാഗിയെ ദൈവത്തിന്റെ മക്കളെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. വധശിക്ഷ ഒഴിവാക്കണമെന്നായിരുന്നു മാർപ്പാപ്പയുടെ നിലപാട്. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 1936 ഡിസംബർ 17-നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം. ഇറ്റലിയിലെ ഫാസിസത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇറ്റലിയിൽ നിന്നും പലായനം ചെയ്തവരായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോയുടെ പൂർവികർ. സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾക്കു കാരണമായ പെറോണിസത്തിലും ആകൃഷ്ടനായിരുന്നു അദ്ദേഹം. കൂടാതെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പുരോഗതിയായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം.